ഹലോ ഡിയർ ഫ്രണ്ട്സ്, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സുകളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കാനഡയിലെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സുകളെ കുറിച്ചാണ്. ഒരു രജിസ്റ്റേർഡ് നഴ്സായി പ്രവർത്തിക്കാൻ കാനഡയിൽ എന്തൊക്കെ ക്രൈറ്റീരിയകളിലൂടെ കടന്നു പോകണമെന്ന് നമുക്കിവിടെ പരിശോധിക്കാം. കോവിഡിന് ശേഷം ഏറ്റവും അധികം നഴ്സിംഗ് ഒഴിവുകൾ പ്രഖ്യാപിച്ച രാജ്യമാണ് കാനഡ. ഇന്ത്യയിൽ നിന്നുള്ള നഴ്സിന് കാനഡയിൽ ജോലി ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു യൂണിവേഴ്സിറ്റി, കോളേജ് അല്ലെങ്കിൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള രജിസ്റ്റേർഡ് നഴ്സിംഗ് പ്രോഗ്രാം പൂർത്തിയാക്കിയിരിക്കണം. രജിസ്റ്റർ ചെയ്ത നഴ്സുമാർക്കുള്ള നാഷണൽ കൗൺസിൽ ലൈസൻസ് പരീക്ഷയായ NCLEX-RN പൂർത്തിയാക്കി വിജയിക്കുക. കനേഡിയൻ കൗൺസിൽ ഫോർ പ്രാക്ടിക്കൽ നഴ്സസ് റെഗുലേറ്റേഴ്സ് അഥവാ CCPNR അല്ലെങ്കിൽ കനേഡിയൻ നഴ്സസ് അസോസിയേഷൻ CAN എന്നിവയിൽ അംഗമാവുക എന്നുള്ളത് പ്രൈമറി ക്രൈറ്റീരിയകളിൽ പെടുന്നതാണ്. നിങ്ങൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രവിശ്യയിലോ പ്രദേശത്തോ നഴ്സിംഗ് ലൈസൻസ് നേടുക എന്നുള്ളതാണ് അടുത്ത കടമ്പ. നിങ്ങൾ കാനഡയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ ഭൂരിഭാഗം പ്രവിശ്യകളും നിങ്ങളെ അനുവദിക്കുന്നു. നിങ്ങളുടെ സ്ഥിരതാമസം, കനേഡിയൻ പൗരത്വം അല്ലെങ്കിൽ തൊഴിൽ പെർമിറ്റ് എന്നിവയുടെ ഡോക്യുമെന്റേഷൻ അവതരിപ്പിക്കുക. ഫ്രഞ്ചിലോ ഇംഗ്ലീഷിലോ ഉള്ള നിങ്ങളുടെ പ്രാവീണ്യം സ്ഥിരീകരിക്കുന്ന ഡോക്യുമെന്റുകൾ സമർപ്പിക്കുക എന്നിവയാണ് ഈ ഒരു പ്രോസസ്സിൻ്റെ പ്രധാന ഭാഗങ്ങൾ. കാനഡയിൽ നഴ്സിംഗ് ജോലി നേടാൻ രാജ്യാന്തര വിദ്യാഭ്യാസമുള്ള നഴ്സുമാർക്ക് എന്തൊക്കെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ടെന്ന് നമുക്കിവിടെ പരിശോധിക്കാം. ഒന്നാമതായി വേണ്ടത് ക്രെഡൻഷ്യൽ അസസ്മെന്റ്. നാഷണൽ നഴ്സിംഗ് അസസ്മെന്റ് സർവീസസ് അഥവാ NNAS ഇവിടെ വെബ്സൈറ്റിൽ ഒരു അക്കൗണ്ട് സൃഷ്ടിക്കുക. അതിനുശേഷം അവരുടെ ചെക്ക് ലിസ്റ്റിന് പ്രകാരമുള്ള ഡോക്യുമെന്റ്സുകൾ സബ്മിറ്റ് ചെയ്യുക. ഇത് അന്താരാഷ്ട്ര നഴ്സുമാരുടെ വിദ്യാഭ്യാസവും പരിചയവും കാനഡയിലെ നിലവാരങ്ങളുമായി താരതമ്യം ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ആവശ്യമായ രേഖകൾ സമർപ്പിച്ച് നിങ്ങളുടെ യോഗ്യതയുടെ വിലയിരുത്തൽ റിപ്പോർട്ട് കരസ്ഥമാക്കുക. രണ്ടാമതായി വേണ്ടത് ലാംഗ്വേജ് പ്രൊഫഷൻസിയാണ്. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫ്രഞ്ചിൽ പ്രാവീണ്യം നേടിയിരിക്കണം. ചില പ്രൊവിൻസുകൾ IELTS ആവശ്യപ്പെടുമ്പോൾ ഫ്രഞ്ച് സ്പീക്കിംഗ് പ്രൊവിൻസുകളിൽ ഫ്രഞ്ചിലുള്ള പ്രാവീണ്യമാണ് നമ്മൾ തെളിയിക്കേണ്ടത്. സെൽബാൻ അഥവാ കനേഡിയൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ബെഞ്ച്മാർക്ക് അസസ്മെന്റ് ഫോർ നഴ്സസ് അഥവാ കാനഡയിലെ ഇംഗ്ലീഷ് ഭാഷാ ബെഞ്ച്മാർക്ക് അസസ്മെന്റ് ഫോർ നഴ്സസ് പോലെയുള്ള അംഗീകൃത ഭാഷാ പരീക്ഷകളിൽ ആവശ്യമായ സ്കോർ നേടുക എന്നുള്ളത് ഒരു അവിഭാജ്യ ഘടകമാണ്. അടുത്തതായി പ്രൊവിൻഷ്യൽ രജിസ്ട്രേഷൻ ആണ് വേണ്ടത്. പ്രൊവിൻഷ്യൽ രജിസ്ട്രേഷൻ പ്രധാനമായിട്ടും പ്രൊവിൻഷ്യൽ നഴ്സിംഗ് റെഗുലേറ്ററി ബോഡികൾ വഴിയാണ് നടത്തുന്നത്. NNASന്റെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന പ്രവിശ്യയിലെ നഴ്സിംഗ് റെഗുലേറ്ററി ബോഡിയിൽ അപേക്ഷ സമർപ്പിക്കുകയാണ് വേണ്ടത്. ഓരോ പ്രവിശ്യയ്ക്കും പ്രത്യേകം കണ്ടീഷനുകൾ ഉണ്ടായിരിക്കും. അതിനാൽ അവരവരുടെ കണ്ടീഷനും നിർദ്ദേശങ്ങളും ശ്രദ്ധാപൂർവം വായിച്ച് വിലയിരുത്തിയതിന് ശേഷം അപേക്ഷിക്കുക. അടുത്തതായി വേണ്ടത് ലൈസൻസിംഗ് പരീക്ഷയാണ്, അതായത് NCLEX-RN. കാനഡയിൽ ഒരു രജിസ്റ്റേർഡ് നഴ്സായി പ്രവർത്തിക്കണമെങ്കിൽ NCLEX-RN പൂർത്തീകരിച്ചിരിക്കണം. നാഷണൽ കൗൺസിൽ നഴ്സിംഗ് എക്സാമിനേഷൻ രജിസ്റ്റേർഡ് നഴ്സ് എന്നുള്ളതാണ് NCLEX-RN. ഇത് സുരക്ഷിതവും ഫലപ്രദവുമായി നഴ്സിംഗ് പ്രാക്ടീസിനായിട്ടുള്ള ഒരു ആവശ്യമായ വിലയിരുത്തലാണ് കാനഡയെ സംബന്ധിച്ച്. ഈ യോഗ്യതകൾ നേടിയതിന് ശേഷം കാനഡയിലെ ഇമിഗ്രേഷൻ പ്രോസസ്സുകൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. ഒന്നാമതായി എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാം. കാനഡയിലെ സ്ഥിരതാമസത്തിനായി എക്സ്പ്രസ് എൻട്രി സിസ്റ്റം വഴി ഫെഡറൽ സ്കിൽഡ് വർക്കർ പ്രോഗ്രാമിലേക്ക് അപേക്ഷിക്കുക. പ്രായം, വിദ്യാഭ്യാസം, പ്രവൃത്തി പരിചയം, ഭാഷാ പ്രാവീണ്യം തുടങ്ങിയ ഘടകങ്ങൾ അടിസ്ഥാനമാക്കി കോംപ്രിഹെൻസീവ് റാങ്കിംഗ് സിസ്റ്റം സ്കോർ ലഭിക്കും, അതായത് CRS സ്കോർ. ഈ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾക്ക് വേണ്ട ഇമിഗ്രേഷൻ പ്രോസസ്സിൻ്റെ സ്കോർ നേടേണ്ടത്. മറ്റൊരു പ്രോഗ്രാമാണ് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം, PNP പ്രോഗ്രാം. ചില പ്രൊവിൻസുകൾക്ക് നഴ്സുമാരെ ആവശ്യമാണ്. PNP പ്രോഗ്രാം വഴി നോമിനേഷൻ നേടുന്നതിലൂടെ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലുകളിൽ അധിക പോയിന്റുകൾ നേടാൻ ആപ്ലിക്കൻറ്റിനെ സഹായിക്കും. ഇത് ഒരു PR പോലെയുള്ള അപേക്ഷകൾക്ക് നമ്മളുടെ പ്രയോറിറ്റി വർദ്ധിപ്പിക്കാൻ ഒരു പ്രധാന ഘടകമായി മാറും. അടുത്ത സ്റ്റെപ്പായി കാനഡയിൽ ഒരു ജോലി അന്വേഷിക്കുക എന്നുള്ളതാണ്. കാനഡയിലെ ജോബ് പോർട്ടലുകൾ, ഹെൽത്ത് കെയർ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ, പ്രൊഫഷണൽ നെറ്റ്വർക്കുകൾ എന്നിവ ഉപയോഗിച്ച്
തൊഴിലവസരങ്ങൾ അന്വേഷിക്കുകയാണ്. അടുത്തതായി വർക്ക് പെർമിറ്റ് നേടുക എന്നുള്ളതാണ്. സ്ഥിരതാമസമില്ലാതെ ജോലി നേടുകയാണെങ്കിൽ താൽക്കാലിക വിദേശ തൊഴിലാളി പ്രോഗ്രാമിൻ്റെ അഥവാ TFWP ഭാഗമായി വർക്ക് പെർമിറ്റ് നേടുക എന്നുള്ളതാണ്. ഇതിന് തൊഴിലുടമയുടെ പോസിറ്റീവ് ലേബർ മാർക്കറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് അഥവാ LMIA ആവശ്യമായി വന്നേക്കാം. അടുത്ത സ്റ്റെപ്പായി പെർമനന്റ് റെസിഡൻസിയും സിറ്റിസൺഷിപ്പും എങ്ങനെ നേടാമെന്നുള്ളതാണ്. പ്രവൃത്തി പരിചയം, വിദ്യാഭ്യാസ യോഗ്യതകൾ, ലാംഗ്വേജ് പ്രൊഫഷൻസി എന്നിവയുടെ അടിസ്ഥാനത്തിൽ എക്സ്പ്രസ് എൻട്രി അല്ലെങ്കിൽ PNB പ്രോഗ്രാം വഴി സ്ഥിരതാമസത്തിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. സ്ഥിരതാമസക്കാരനായി നിർദ്ദിഷ്ട കാലയളവ് കഴിഞ്ഞതിന് ശേഷം കാനഡയിൽ പൗരത്വത്തിനായി അപേക്ഷിക്കാം. കാനഡയിൽ നഴ്സിംഗ് പ്രാക്ടീസിൽ തുടർച്ചയായി പഠനവും പ്രൊഫഷണൽ വികസനവും നിർബന്ധമാണ്. നവീകരിച്ച നഴ്സിംഗ് രീതികളും നിയമങ്ങളും പഠിച്ച് പ്രാക്ടീസിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് വളരെ അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇനി നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട ചിലവുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. നഴ്സിംഗ് റെഗുലേറ്ററി ബോഡി അഥവാ NNASൻ്റെ യോഗ്യതാ പരീക്ഷയായ NCLEX-RN പാസ്സാവുകയാണ് പ്രൈമറി സ്റ്റെപ്പ്. ഇതിനായി നാഷണൽ നഴ്സിംഗ് അസസ്മെൻറ്റ് സർവീസിൻ്റെ ഫീസായി ഏകദേശം $650 ആവശ്യമായി വരും. ഡോക്യുമെൻറ്റേഷൻ ഫീസായി ഓരോ പ്രൊവിൻസിനും അനുസരിച്ച് ഫീസിൽ വ്യത്യാസമുണ്ടായിരിക്കും. അതിനുശേഷം NCLEX-RNൻ്റെ എക്സാം രജിസ്ട്രേഷൻ ഫീ ആയി $360 ആണ് ആവശ്യമായി വരിക. അടുത്തതായി ലാംഗ്വേജ് പ്രൊഫഷൻസിയുമായി ബന്ധപ്പെട്ട ചിലവുകളെക്കുറിച്ച് പരിശോധിക്കാം. നിങ്ങൾ IELTS ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ എക്സാം ഫീയും അതോടൊപ്പം അക്കാഡമിക് യോഗ്യത നേടുന്നതിനായിട്ടുള്ള സ്പെഷ്യൽ ട്രെയിനിങ്ങും നേടേണ്ടതായിട്ടുണ്ട്. ഇനി ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. പ്രധാനമായിട്ടും എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാം, പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം എന്നിവയാണ് പോപ്പുലർ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ. എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽ അസസ്മെൻറ്റ് അഥവാ ECA ഇമിഗ്രേഷൻ പ്രോസസ്സിന് റിക്വയർഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇമിഗ്രേഷൻ പ്രോസസ്സ് കോസ്റ്റായി വരുന്നത് ഓരോ പ്രൊവിൻസിനും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അടുത്തതായി വേണ്ടത് മെഡിക്കൽ എക്സാമിനേഷൻ ആൻഡ് ബയോമെട്രിക് ഫീസാണ്. മെഡിക്കൽ എക്സാമിനേഷന് വരുന്ന ചിലവുകൾ ഇന്ത്യൻ റുപ്പിയിൽ 5,500 to 7,500 ആണ്. ബയോമെട്രിക് ഫീസായി വരുന്നത് $85 ആണ്. ഇനി വിസ ആൻഡ് ട്രാവൽ എക്സ്പെൻസുകൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. വർക്ക് പെർമിറ്റ് ഓർ PR വിസ എന്നിവയുടെ എക്സ്പെൻസായി വരുന്നത് $235 ആയിരിക്കും. അതോടൊപ്പം ഫ്ലൈറ്റ് കോസ്റ്റായി വരുന്നത് 70,000 to 1 lakh ഇന്ത്യൻ റുപ്പി ആയിരിക്കും. ടോട്ടൽ കോസ്റ്റുകളെ കൂടി നമുക്കിവിടെ പരിശോധിക്കാം. നഴ്സിംഗ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ 60,000 to 75,000 INR. ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റിന് ഏകദേശം 17,000 to 45,000 എക്സ്പെൻസായി വന്നേക്കാം. ഇമിഗ്രേഷൻ പ്രോസസ്സിന് 1,20,000 to 2 lakh വരെ പ്രോസസ്സിംഗ് ഫീ ആയി വന്നേക്കാം. മെഡിക്കൽ ആൻഡ് ബയോമെട്രിക് പ്രോസസ്സിന് 10,000 to 13,000 ഇന്ത്യൻ റുപ്പി കോസ്റ്റായി വരാം. ടോട്ടൽ എക്സ്പെൻസായി വരുന്നത് അപ്രോക്സിമേറ്റ് 3 lakh to 5 lakh എന്നിവയാണ്. ഇതുപോലെ ഇൻഫർമേറ്റീവായിട്ടുള്ള വിവരങ്ങൾ തരുന്ന മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. അതുവരത്തേക്കും ഗുഡ് ബൈ.